ഇപ്പോഴത്തെ SCOയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയും. 80 വർഷം കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിച്ചതിൻ്റെ ആഘോഷം കൂടിയാണ് ഇപ്രാവശ്യം. അതിന് മിലിറ്ററി പരേഡുണ്ട്. ആ മിലിറ്ററി പരേഡിൽ ചൈന പ്രദർശിപ്പിക്കാൻ പോകുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ നടന്ന അറ്റാക്കിൻ്റെ മിസൈൽസ്, എയർക്രാഫ്റ്റ്, എക്യുപ്മെൻറ്റ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഇമേജ്, ഇന്ത്യക്കെതിരെ അത് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി പോയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിലിറ്ററി പരേഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കത്തില്ല. കാരണം നാണക്കേടല്ലേ. കാരണം ഇന്ത്യൻ ഫൈറ്റർ ജെറ്റിനെ അടിച്ചിട്ട് ചൈനയുടെ PL-15 എന്ന് പറഞ്ഞ മിസൈൽസും J-10 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റുമാണ് ഷോ ചെയ്യാൻ പോകുന്നത്. കാരണം അതാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അത് ലോകത്തിന് മുമ്പിൽ കാണിക്കുക. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ മിലിറ്ററി പരേഡിൽ പങ്കെടുക്കാതെ തിരിച്ചു പോരുന്നത്. ഇപ്പം ഇപ്പോഴെങ്കിലും സംഭവങ്ങളിലൊരു ഗ്രാഹ്യം പിടികിട്ടിയോ? ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പോകുന്ന ആരെ SCOയിൽ ചൈന. അതായത് ഇന്ത്യക്ക് ഇതിനകത്ത് എൻഗേജ്മെൻ്റ് ഉണ്ടാകും ഇന്ത്യൻ ബോർഡറിൽ നിന്ന് ഉറപ്പ്. ഇതിനകത്ത് ചൈന ഒരു കാരണവശാലും ഇന്ത്യയോട് മയപ്പെടുത്തില്ല. പിടിച്ചെടുത്ത അരുണാചലിൻ്റെയും അക്കാസി അതേപോലെ ചിൻ പ്രദേശങ്ങളൊക്കെ ചൈന ഇന്ത്യക്ക് തിരിച്ചു തരുമോ? ഒരിക്കലും തരത്തില്ല. ഈ പറഞ്ഞ ദലൈലാമയുടെ ഇഷ്യൂ മറ്റുള്ള ഇഷ്യൂ ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലും ചൈന ഇന്ത്യയോട് അയയത്തില്ല. കൃത്യമാണ് ഞാൻ പറയാം. ഇതിലൊന്നും ചൈന അയയത്തില്ല. പക്ഷേ ചൈന ചില സംഭവങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വെക്കും. ഒറ്റ മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച നടക്കണം.